ശമ്പള പരിഷ്കരണത്തിലെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് കലാമണ്ഡലത്തിലെ വിരമിച്ച അധ്യാപകർ സമരത്തിനൊരുങ്ങുന്നു. നഷ്ടപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങളും പെൻഷൻ കുടിശ്ശികയും ഉടൻ ലഭ്യമാക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. നിരവധി തവണ പരാതി നൽകിയിട്ടും സർക്കാർ ഇടപെടാത്തതിനാലാണ് അധ്യാപകർ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നത്. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും 2010 പ്രാബല്യത്തിൽ വന്നപ്പോൾ കലാമണ്ഡലത്തിൽ 2020 ഒക്ടോബറിലാണ് അനുവദിച്ചതെന്നാണ് അധ്യാപകരുടെ പരാതി. UGCയുടെ കീഴിൽ ഉൾപ്പെട്ടതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ 9, 10, 11 ശമ്പള പരിഷ്കരണങ്ങൾ ലഭിച്ചില്ലെന്നും അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നു. 6ാം ശമ്പള പരിഷ്കരണത്തിന്റെ മുൻകാല പ്രാബല്യം നഷ്ടപ്പെട്ടുവെന്നും അധ്യാപകർക്ക് പരാതിയുണ്ട്. സംസ്ഥാന സർക്കാരിലെ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ പകുതി പോലും തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും അധ്യാപകർ പറയുന്നു. കൂടാതെ 2016 വർഷത്തെ ലഭിക്കേണ്ട 7ാം ശമ്പള പരിഷ്കരണം 2021 അവസാനമാണ് അനുവദിച്ചതെന്നും അധ്യാപകർ വ്യക്തമാക്കി. 2007 കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി ഉയർത്തിയത്. മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ബന്ധപ്പെട്ട മറ്റ് അധികാരികൾക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാവാത്തതോടെയാണ് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സമരത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. DCRG കമ്മ്യൂട്ടേഷൻ തുടങ്ങിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ക്ലാസ് 4 ജീവനക്കാരന് ലഭിക്കുന്ന പകുതി കാശ് പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ശബ്ദിക്കുന്ന രേഖ സർക്കാരിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതാണ്. ഞങ്ങൾ സമരത്തിന് ഇറങ്ങാൻ പോകുന്നത് ഈ 21-ാം തീയതി. ഞങ്ങൾ അനിശ്ചിതകാല സമരം ഫെബ്രുവരി 24 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. അതിന് ഞങ്ങൾ കഥകളി ഭാഷ തന്നെ ഇതിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 24 മുതൽ കലാമണ്ഡലത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. ജനം, തൃശൂർ.